മലയാളികൾ എത്രയൊക്കെ പുരോഗമനം പറഞ്ഞു നടന്നാലും വിവാഹമോചനം എന്ന് കേൾക്കുമ്പോൾ മലയാളിയുടെ നെറ്റി അങ്ങോട്ട് ചുളിയും എന്ന് പറഞ്ഞ് കേരളത്തിൽ വിവാഹമോചനങ്ങൾ കൂടുന്നതല്ലാതെ കുറയുന്നൊന്നും ഇല്ലല്ലോ. ഈ അടുത്ത് പ്രമുഖനായ ഒരു വ്യക്തിയുടെ വിവാദപരമായ ഒരു പരാമർശം ഞാൻ കേട്ടിരുന്നു. പത്രമാധ്യമങ്ങളിൽ കണ്ടതാ. അദ്ദേഹം പറയുന്നത് സ്ത്രീകൾ ജോലിക്ക് പോകാൻ തുടങ്ങിയ അന്ന് മുതൽ വിവാഹമോചനങ്ങൾ കൂടിയെന്നാണ്. ഇതിനു മുമ്പും ഇതുപോലെ ഒരു പരാമർശം മറ്റൊരാൾ നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് വിദ്യാഭ്യാസവും സമ്പത്തും അഹങ്കാരമുണ്ടാകാനുള്ള കാരണങ്ങളാണ്, അതുമൂലം കുടുംബ ബന്ധങ്ങൾ തകരുന്നു എന്നുള്ളതാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. ശരിക്കും ഇതൊക്കെയാണോ വിവാഹമോചനം കൂടാനുള്ള യഥാർത്ഥ കാരണം? ഒരിക്കലുമല്ലെന്നാണ് എൻ്റെ വാദം. ബന്ധങ്ങൾ നൂലിൽ കെട്ടിയ പട്ടം പോലെയാണ്. ഒന്ന് പിടിവിട്ടാൽ പിന്നെ അത് എത്തിപ്പിടിക്കാൻ വലിയ പ്രയാസമാണ്. പ്രത്യേകിച്ച് വിവാഹ ബന്ധങ്ങൾ പരസ്പര വിശ്വാസവും സഹകരണവും മനസ്സിലാക്കലുമൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ വിവാഹബന്ധം തകർന്ന് തരിപ്പണമാകും. അല്ലാതെ വിദ്യാഭ്യാസം കൂടിയതുകൊണ്ടോ സാമ്പത്തികം കൂടിയതുകൊണ്ടോ സ്ത്രീകൾക്ക് ജോലിക്ക് പോയി തുടങ്ങിയതുകൊണ്ടോ അല്ല വിവാഹമോചനങ്ങൾ സംഭവിക്കുന്നത്. ഇനി മുമ്പത്തേതിനേക്കാൾ വിവാഹമോചനം വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങൾ പറയാനായിട്ടും ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഗാർഹിക പീഡനങ്ങൾ, സ്വരച്ചേർച്ചയില്ലായ്മ, സംശയരോഗം, ലൈംഗിക പ്രശ്നങ്ങൾ, മദ്യപാനം, ലഹരിയുടെ ഉപയോഗം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ സൊസൈറ്റിയിൽ കൂടി വരികയാണ്. ഇതൊക്കെ തന്നെയാണ് പല കുടുംബ ബന്ധങ്ങളുടെയും തകർച്ചയ്ക്ക് ഒരു കാരണമായിട്ട് വരുന്നത്. പരസ്പരമുള്ള പൊരുത്തം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്നതിനെ പറ്റിയും സ്വന്തം അവകാശങ്ങളെ പറ്റിയുമൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ തീരെ പൊരുത്തമില്ലാതെ രണ്ടു പേർക്കും പൊതുവായി ഒരു ഇഷ്ടങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ ദുസ്സഹമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ പൊരുത്തക്കേടുകൾ കൂടി വരുന്നത് കാണുമ്പോൾ അത് മനസ്സിലാക്കി കൂടുതൽ ജീവിതം മോശമാകാതിരിക്കാൻ എന്ന നിലയിലാണ് പലരും ഇന്ന് വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും. അതുപോലെ രണ്ടു പേർക്കുമിടയിലുള്ള ഇമോഷണൽ ഇൻറ്റിമസി ഒരു ഘടകമാണ്. നമ്മോടൊപ്പം സമയം ചെലവഴിക്കാനും ഇമോഷണലി നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒരു വ്യക്തി വേണമെന്നത് നമ്മൾ ആഗ്രഹിക്കും. എന്നാൽ അത് മനസ്സിലാക്കാതെയോ മനസ്സിലായിട്ടും അത് പരിഗണിക്കാതെയോ പങ്കാളി നമ്മളെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ ഇമോഷണലി ആവശ്യമായി സപ്പോർട്ട് നൽകാൻ തയ്യാറാകാതെ വന്നാൽ ആ ബന്ധത്തിന് അർത്ഥമില്ല എന്നതാണ് ചുരുക്കം. ഒരു വീട്ടിൽ രണ്ട് വ്യക്തികൾ ഒരുപാട് സമയം ചെലവഴിക്കുന്നു, പക്ഷേ അവർ തമ്മിൽ വൈകാരികമായ ഒരു അടുപ്പവുമില്ല. ഒരാൾക്ക് ഒരാവശ്യം വരുമ്പോൾ, സങ്കടമുണ്ടാകുമ്പോൾ മറ്റേയാൾ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസമില്ല. അങ്ങനെ അർത്ഥമില്ലാത്ത ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് താല്പര്യമില്ലാത്തവരാണ് പിരിയുന്ന ഒരു കാറ്റഗറി ആളുകൾ. അതുപോലെ വിവാഹ ജീവിതത്തിൽ ആയിരിക്കെ തന്നെ മറ്റൊരു ബന്ധത്തിലേക്ക് കടന്നു പോകുന്ന അവസ്ഥയുണ്ടായാൽ പങ്കാളിക്ക് അമിതമായ മദ്യപാനവും മയക്കുമരുന്നിൻ്റെ ഉപയോഗവും ആക്രമണ സ്വഭാവവും ഒക്കെ ഉണ്ടായാൽ ആ ബന്ധം വേർപിരിയാനായിട്ട് ശ്രമിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പണ്ടുള്ളവരും ഇങ്ങനെയൊക്കെയല്ലേ ജീവിച്ചത് എന്ന് ചിലർ ചോദിച്ചേക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പണ്ടുള്ളവർക്ക് ഏറ്റവും പ്രധാനം കുട്ടികളുടെ ജീവിതം മാത്രമായിരുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. മാത്രമല്ല, വിവാഹമോചനം നേടിയ സ്ത്രീയെ സ്വീകരിക്കാൻ പലപ്പോഴും വീട്ടുകാർ തന്നെ തയ്യാറായിരുന്നില്ല. വിദ്യാഭ്യാസമില്ല, ജോലിയില്ല, സ്വന്തമായൊരു വരുമാനമില്ല എന്ന സ്ഥിതിയിൽ ആരും ആശ്രയിക്കാനുള്ള ഒരു അവസ്ഥയില്ലാതെ വരുമ്പോൾ സ്ത്രീ ജീവിതം തള്ളി നീക്കാൻ നിർബന്ധിതരാകുന്നു. മാത്രമല്ല, കുടുംബത്തിൻ്റെ മാനം കളയരുത്, പെണ്ണെന്ന് വെച്ചാൽ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണെന്നൊരു കണ്ടീഷനിങ് പണ്ട് മുതലേ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലെങ്കിലും എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്ന ചിന്തയായിരുന്നു ഭൂരിഭാഗം ആളുകളും ആ കാലഘട്ടങ്ങളിൽ ചെയ്തിരുന്നത്. അവിടെ വ്യക്തികൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഓരോ വ്യക്തിയുടെയും ജീവിതം എത്ര പ്രധാനമാണെന്ന ചിന്ത ഓരോരുത്തർക്കും ഉടലെടുത്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. കുറെ കൂടി ആത്മവിശ്വാസവും വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ഇപ്പോൾ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ നാളുകളോളം സഹിക്കേണ്ടതില്ല എന്നൊരു തിരിച്ചറിവ് പുതിയ തലമുറയ്ക്ക് വന്നിട്ടുണ്ടേ. മാത്രമല്ല, പരസ്പരം വഴക്കുകൂടിയും വെറുത്തും കരഞ്ഞും ജീവിതം കൂടുതൽ നരകമാകേണ്ടതില്ല എന്ന ചിന്താഗതിയിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഇന്ന് പഠനങ്ങൾ പറയുന്നു, നമ്മൾ കാണുന്നു. അതുകൊണ്ട് തന്നെ ഒരർത്ഥവുമില്ലാത്ത വിശ്വാസമില്ലാത്ത ബന്ധത്തിൽ കടിച്ചു തൂങ്ങാൻ ആരും തയ്യാറാകുന്നില്ല. അതൊരു തെറ്റുമല്ല. പക്ഷേ ഇക്കാലത്തും അഭ്യസ്തവിദ്യരായ വ്യക്തികൾ പോലും സ്ത്രീധനത്തിൻ്റെ പേരിലും മറ്റു ക്രൂര പീഡനങ്ങൾ ചെയ്യുമ്പോഴും സ്ത്രീകൾ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുമ്പോഴും സ്വന്തമായി ജോലിയുള്ള സ്വന്തം കാലിൽ നിൽക്കുന്ന സ്ത്രീകളിൽ വളരെ കുറച്ച് പേർ മാത്രമേ ഇഷ്ടമില്ലാത്ത ബന്ധത്തിൽ നിന്ന് പിന്മാറി വിവാഹമോചനം നേടുന്നുള്ളൂ. മാത്രമല്ല, ഇത്തരം അവസ്ഥകളിൽ നിന്നും പുറത്തേക്ക് വരാൻ ആത്മവിശ്വാസം നേടിയെടുക്കാത്ത കുറേയധികം സ്ത്രീകൾ ആത്മഹത്യക്ക് കീഴടങ്ങുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വിവാഹമോചനം കൂടാൻ കാരണം സ്ത്രീകൾക്ക് ജോലി ഉള്ളത് കൊണ്ടാണ് എന്ന് പറയാൻ സാധിക്കുക? ഇതൊരു മണ്ടൻ പ്രസ്താവനയല്ലേ? ഇനി അഥവാ വിവാഹമോചനം നേടിയാലും സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. വിവാഹമോചനം നേടിയതുകൊണ്ട് മാത്രം പലപ്പോഴും സ്വന്തം കുടുംബത്തിൽ നിന്ന് വരെ സ്ത്രീകൾ
അകറ്റി മാറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നുണ്ട്. ഒറ്റയ്ക്കായി പോകുന്ന സ്ത്രീകൾ സമൂഹത്തിൽ നേരിടുന്ന പ്രതിസന്ധികൾ ചെറുതല്ല. പക്ഷേ പുരുഷന്മാർക്ക് ഈ പ്രശ്നം നേരിടേണ്ടി വരുന്നില്ല. വിവാഹമോചനം നേടിയ ഒരു പുരുഷന് സമൂഹത്തിൽ നിന്നുള്ള കുത്തുവാക്കുകൾ താരതമ്യേന കുറവാണ്. അവർക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടുമില്ല. എന്ന് വെച്ചാൽ ഡിവോഴ്സ് എന്ന് പറയുന്നത് പെണ്ണിനത്ര സന്തോഷകരമായിട്ടുള്ള കാര്യമല്ല എന്ന് ചുരുക്കം. എന്നിട്ടും ആളുകളുടെ പറച്ചിൽ കേട്ടാൽ ഡിവോഴ്സ് വാങ്ങാൻ വേണ്ടി മാത്രമാണ് പെണ്ണുങ്ങൾ കല്യാണം കഴിക്കുന്നതെന്ന് തോന്നിപ്പോകും. ഇവിടുത്തെ പ്രശ്നം വിദ്യാഭ്യാസമോ പണമോ പെണ്ണുങ്ങളുടെ അഹങ്കാരമോ ഒന്നുമല്ല, തിരിച്ചറിവില്ലായ്മയാണ്. വിവാഹം എന്നത് എന്തെല്ലാം കാര്യങ്ങളുടെ കൂടിച്ചേരലാണെന്നുള്ള തിരിച്ചറിവ് വിവാഹിതരാകുന്നവർക്ക് വേണം. പരസ്പര സ്നേഹം, വിശ്വാസം, ബഹുമാനം, കരുതൽ, പങ്കുവെക്കൽ, ലൈംഗികത, ഇങ്ങനെ എല്ലാത്തിൻ്റെയും കൂടിച്ചേരലാണ്. പരസ്പരം തൃപ്തിപ്പെടുത്താൻ കഴിയുക എന്നത് വിവാഹ ജീവിതത്തിൻ്റെ വിജയമെന്ന് മനസ്സിലാക്കി വേണം ജീവിതം മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ തുടങ്ങാൻ. രണ്ടുപേരുടെയും പൊതുവായ ഇഷ്ടങ്ങൾ എന്തെല്ലാമാണ്, ഇഷ്ടക്കേടുകൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ഒരുമിച്ച് ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകാനൊക്കെ പറ്റുന്ന രണ്ടു പേർക്കുമേ ഇതൊക്കെ തൃപ്തമായ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഇതോടൊപ്പം വ്യക്തിപരമായ ജീവിത ലക്ഷ്യങ്ങളും ഇഷ്ടങ്ങളും ബാലൻസ് ചെയ്യാനായിട്ട് കഴിയണം. വിവാഹം കഴിച്ചു എന്ന കാരണത്താൽ എല്ലാ സ്വപ്നങ്ങളും വേണ്ടെന്ന് വെച്ച് ഒരാൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ലക്ഷ്യങ്ങൾ ഒരുമിച്ചാവണം. അതിനാണല്ലോ കമ്പാനിയൻ എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമേ മാരേജ് ലൈഫ് എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയിട്ട് മാറുകയുള്ളൂ. ജീവിതത്തെ ചെറുതായിട്ട് ഇങ്ങനെ കാണാതെ ഒരു കമ്പാനിയൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഇഷ്ടങ്ങളും ആളുടെ ഇഷ്ടങ്ങളും ഒക്കെ കൂടിച്ചേർന്നിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളുടെ വഴികളിൽ താങ്ങും തണലുമാകുമെന്നുള്ളൊരു ചിന്തയും തിരിച്ചെനിക്കും അതുപോലെ കൊടുക്കാനായിട്ടൊക്കെ സാധിക്കുമെന്നുള്ളൊരു ചിന്തയും ഒക്കെ ഒത്തുചേരുന്നവർ തമ്മിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് ഗംഭീരമാകും. ഇതിനിടയിൽ ചില പൊട്ടലും ചീറ്റലുകളൊക്കെ ഉണ്ടാകും. അത് ആ യാത്രകൾക്കിടയിലെ കുണ്ടുകളും കുഴികളുമാണെന്നൊന്ന് ചിന്തിക്കാൻ നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറായാൽ ഗംഭീരമാവില്ലേ? ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു. ബൈ.